അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അഫ്ഗാനി റൈസാണ്. വലിയ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അരമണിക്കൂറൊന്ന് കുതിർത്താനായിട്ട് വെക്കാം. 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഒരു ബിരിയാണി പോട്ട് എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള സവോള അരിഞ്ഞെടുക്കാം. അധികമൊന്നും വേണ്ട കേട്ടോ. 1 കിലോയ്ക്ക് 2 സവോള മതി. ഉള്ളിൽ നല്ല ഗോൾഡൻ കളറാക്കി എടുക്കണേ. അപ്പോഴാണ് റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ചിക്കനും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലത്തെ ചിക്കനൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ, നമ്മൾ ഫ്രൈഡ് ഓണിയനിൽ തയ്യാറാക്കിയതുകൊണ്ട് തന്നെ. ഇനി ഇതിലത്തെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തതിന് ശേഷം ചിക്കൻ പീസസ് മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ പീസസൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് അരി വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുതിർത്ത അരി ആയതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മതിയാവും. ഇനി ഇതിലേക്ക് 2-3 ഗ്രാമ്പൂ പട്ട ഏലക്കായും പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 പീസ് ചെറുനാരങ്ങാനീരും പിന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. റൈസ് വേകുമ്പോഴേക്കും 2-3 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. റൈസിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ് കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പഞ്ചസാരൊക്കെ ഒന്ന് മെൽറ്റായി ഗോൾഡൻ കളറാവും. അപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി സെയിം പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതാ നമ്മുടെ റൈസൊക്കെ 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പിന്നെ ചിക്കൻ പീസസും വെച്ച് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ദമ്മിട്ടെടുക്കാം. അടിപിടിക്കാതിരിക്കാൻ ഒരു പഴയ പാൻ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ ഒന്ന് ദമ്മിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ അഫ്ഗാനി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ പീസസൊക്കെ മാറ്റിയതിന് ശേഷം റൈസ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. റൈസിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് കാരമലൈസ്ഡ് ക്യാരറ്റ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഇതിലത്തെ ചിക്കനും റൈസും പിന്നെ ആ കാരമലൈസ്ഡ് ക്യാരറ്റൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഡീറ്റെയിൽ വീഡിയോ മോമോസ് കിച്ചൻ ചാനലുണ്ട്, വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട.